നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാശിന് വേണ്ടി ചതിക്കുന്നവരില്ലേ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചതിക്കുന്നവരില്ലേ, കാമുകിക്ക് വേണ്ടി ചതിക്കുന്നവരില്ലേ? അപ്പോ അതെന്നോട് പറയണ്ട. ഹലോ സാറ, നിന്നെ വിളിക്കാറുള്ള ആ നമ്പറില്ലേ, അതിലേക്ക് ഇപ്പൊ നീ ഒന്ന് തിരിച്ചു വിളിക്ക. എന്തിനാ? വിളിക്ക്, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഒന്നിച്ച് ജീവിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ എളുപ്പമാ. പക്ഷേ നിന്റെ കുഞ്ഞിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനൊരു ഭാവിയില്ലേ? അത് നല്ല രീതിയിൽ വളരണ്ടേ? അതിന് നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവല്ലേ? ഞാൻ കൊടുത്തവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തതല്ലേ? കൊണ്ടുപോയി വളർത്ത്. അതിന് എന്റെ ആവശ്യം എന്താ? എടി, ഒരു കുഞ്ഞിന് അമ്മ എത്ര പ്രധാനപ്പെട്ടതാണെന്നൊന്നും ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കുഞ്ഞിനൊന്നും നഷ്ടപ്പെടരുതെന്ന എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഡിവോഴ്സിനെ കുറിച്ചൊന്നും തൽക്കാലം ചിന്തിക്കണ്ട. ഇത് ചതിയാ. നിങ്ങളെന്നെ ചതിക്കാനാണ് തീരുമാനമെങ്കിലേ ഞാൻ നേരെ കോടതിയിലേക്ക് പോകും. എന്റെ കുഞ്ഞിന് നിങ്ങളുടെ കൂടെ വളരാൻ ഒരു അവകാശമില്ലെന്ന് ഞാൻ ബോധ്യപ്പെടുത്തും. അവിടെ ഇത് സ്വന്തം കുഞ്ഞാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. ടെസ്റ്റുകൾക്കും പോകേണ്ടി വരും. എല്ലാം കഴിയുമ്പോ കോടതി വിധി എഴുതും ആ കുഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. വീണേ, നാണം കിടും. കോടതി മുറിയിൽ മാത്രമല്ല, ഈ നാട്ടുകാരുടെ ഇടയിലും. അത് വേണ്ടെങ്കില് അഭിമാനത്തോടെ ഈ നാട്ടിൽ ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നീട്ടുന്ന ഡിവോഴ്സ് പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ടേ പറ്റൂ. ഡിവോഴ്സിന് നീ തയ്യാറായില്ലെങ്കിൽ നിന്റെ സുരക്ഷയുടെ കാര്യം പറഞ്ഞ് എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. നിനക്ക് വേണമെങ്കിൽ അവിടെ വന്ന് എന്നെ തള്ളി പറയാം. ഇത്രയും നാള് പറഞ്ഞ കള്ളത്തരത്തിന്റെ കൂടെ ഒന്നുകൂടി ആയിക്കോട്ടെ. അച്ഛാ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക. അച്ഛൻ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല ഒന്നും. എന്തെളുപ്പമല്ലാന്ന്? മകൻ ഇത്രയും കുഴപ്പക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ടും നിന്നോടൊന്ന് മറച്ചു വെച്ചെങ്കില് സുജാത തെറ്റുകാരി തന്നെയാ. രഘുവും തെറ്റുകാരനാ. അവരെന്ത് പറഞ്ഞാ നീ ന്യായീകരിക്കാൻ പോന്നെ? അത് പറ. അച്ഛാ, അവര് പാവങ്ങളാ. ഞാനെന്താ ദുഷ്ടനോ? നിന്നെക്കുറിച്ചും നിന്റെ ഭാവിയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു പോയതാണോ ഞാൻ ചെയ്ത ദുഷ്ടതരം? എനിക്ക് ഈ കാര്യത്തിലും മറ്റൊരു തീരുമാനമില്ല. എല്ലാവരും ഇതറിയണം. ശിവാനന്ദനും മക്കളൊക്കെ ഈ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കണം. അച്ഛാ, അവരോടൊന്നും പറയണ്ട. വേറെ മാർഗമില്ല. മനസ്സിലെ സങ്കടങ്ങളൊക്കെ പതിയെ ഒതുക്കാൻ നോക്കിക്കോ. നീ ഇനി അധിക നാൾ ഇവിടെ ഉണ്ടാവില്ല. വീണേ, നീ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവും. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളുടെ ഈ പ്രസംഗമൊക്കെ പുറത്തുള്ള ആൾക്കാരുടെ മതി. എന്റെ അടുത്ത് ഇതൊന്നും ചെലവാവില്ല. വീണേ, എടി, അതല്ല ഞാൻ പറയുന്നത്. എന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കരഞ്ഞിട്ടും തൊഴുതിട്ടും ഒന്നും ഒരു കാര്യമില്ല. സമ്യക്കയോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങണം. ഈ റിയൽ ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നടക്കുമ്പോ പ്രായമായവര് അതിൽ കുറ്റം കണ്ടുപിടിക്കും. അവര് പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് പുച്ഛമാണ്. അവിടെ നിങ്ങൾ റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന ഭാഷ ഉപയോഗിക്കും.
പക്ഷേ റിയൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഒന്നിച്ച് നടക്കുന്നവര് പരസ്പരം പ്രണയിക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് നടക്കാൻ തുടങ്ങുമ്പോഴോ മുതിർന്നവർ നിങ്ങളെ കുറ്റം പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന കാരണവർ പിന്നെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒന്നിനെ വിശ്വസിക്കൂ? നിങ്ങളുടെ ഭാഗത്തു നിന്നും അതാ സംഭവിച്ചത്. മനുവിന്റെ ഭാഗത്തു നിന്നും ജ്യോതിയോട് അത്തരമൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ സംഭവിച്ചു. വിഷ്ണു, മനുവും ജ്യോതി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരാൾ അവരുടെ ഫോട്ടോ എടുത്തു. അത് കണ്ടത് വിഷ്ണു മാത്രം. അയാളാണിപ്പോ ജ്യോതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആരായിരിക്കാനാ സാധ്യത? എനിക്കെങ്ങനെ അറിയാം? ഞാനപ്പോ തന്നെ അക്കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ. മനുവിനെ കൃത്യമായി അറിയുന്ന ഒരാൾ, ജ്യോതിയുടെ കണ്ടീഷൻസ് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ, അങ്ങനെ ഒരാളാണ് ജ്യോതിയെ ഭീഷണിപ്പെടുത്തുന്നത്. എനിക്ക് നിന്നെ അടക്കം നിന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും സംശയം. ചേച്ചി എന്താ ഈ പറയുന്നേ? എന്റെ ഫ്രണ്ട്സ് എന്നെ ചതിക്കോ? ഫ്രണ്ട്സ് ചതിച്ചതൊന്നും നീ ഇതുവരെ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത നീ വായിച്ചോ? അച്ഛനും അമ്മയും ബൈക്ക് എടുത്തു കൊടുത്തിട്ട് ആത്മാർത്ഥ സുഹൃത്തിനെ കാണിക്കാൻ പോയൊരു പയ്യൻ പിന്നെ തിരിച്ചു വന്നില്ല. പോലീസ് അന്വേഷണം നടന്നപ്പോ പയ്യനൊരു കായലിൽ ചത്തുകിടക്കും. അന്വേഷണം മുറുകിയപ്പോ അസൂയ മൂത്ത് കൂട്ടുകാർ ചെയ്ത വേലയാണ്. അതിലെവിടെയാണ് ഫ്രണ്ട്ഷിപ്പ്? കാശിന് വേണ്ടി ചതിക്കുന്നവരില്ലേ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചതിക്കുന്നവരില്ലേ? കാമുകിക്ക് വേണ്ടി ചതിക്കുന്നവരില്ലേ? അപ്പോ അതെന്നോട് പറയണ്ട. ഹലോ സാറ, നിന്നെ വിളിക്കാറുള്ള ആ നമ്പറില്ലേ, അതിലേക്ക് ഇപ്പൊ നീ തിരിച്ചു വിളിക്ക. എന്തിനാ? വിളിക്ക്. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. ഇപ്പൊ തന്നെ വിളിക്ക. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.